ഒരു വൈദ്യ പരിശോധനയ്ക്ക്, അതായത് BNSS 53, നിങ്ങൾക്ക് പോലീസ് കസ്റ്റഡിയിലാണ്, മർദ്ദനമേറ്റു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരുക പോലീസിൽ നിന്നോ അല്ലാതെയോ ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ, വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വൈദ്യൻ്റെ, ഒരു ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാകുവാനായിട്ടും, നിങ്ങളെ പരിശോധിച്ച ശേഷം എന്തെങ്കിലും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമായി വേണ്ട ചികിത്സ കിട്ടുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തെപ്പറ്റി BNSS 53 വകുപ്പാണ് കൃത്യമായിട്ട് പറയുക. ഇനി പോലീസിന് എന്തൊക്കെയാണ് നിങ്ങൾക്കെതിരെ ചെയ്യാവുന്ന റിസ്ട്രെയിൻറ്റുകൾ, തടസ്സങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾ ആ തടങ്കലിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ, രക്ഷപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു റെസ്ട്രെയിൻറ്റ് മാത്രമേ, തടസ്സം മാത്രമേ പോലീസിന് നിങ്ങൾക്കെതിരെ നടത്തുവാനായിട്ട് സാധിക്കൂ. ചുമ്മാ നിൽക്കുന്ന പോലീസിൻ്റെ മുമ്പിൽ അനുസരിച്ച് ആജ്ഞാനുവർത്തികളായിട്ട് അവർ പറയുന്നതനുസരിച്ച് അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തു നിൽക്കുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാനായിട്ടോ ഇടിക്കുവാനായിട്ടോ നിയമമില്ല എന്ന് തിരിച്ചറിയുക. BNSSൻ്റെ, അതായത് 46-ാം വകുപ്പിൽ ഇത്രയും കൃത്യമായി തന്നെ ഇത് വിവക്ഷിച്ചിട്ടുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ, ഒരു വനിതയാണെങ്കിൽ, രാവിലെ 6-നും വൈകുന്നേരം 6-നും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാവുള്ളൂ എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പ്രത്യേക പരിരക്ഷയാണ്, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നുള്ളെടുത്ത ഒരു നിയമ സംരക്ഷണമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ പോലീസുകാർ അറസ്റ്റ് ചെയ്യപ്പെട്ട അറസ്റ്റിൻ്റെ വിവരങ്ങൾ ആ കുറ്റവാളി അല്ലെങ്കിൽ ആ കുറ്റാരോപിതനോട് പറയുവാൻ വിട്ടുപോയാൽ ആ അറസ്റ്റ് എന്ന് പറയുക നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിക്ക് ഇത്രയൊക്കെ അവകാശങ്ങൾ ഉണ്ടാവും എന്ന്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുറ്റാരോപിതൻ എന്ന് പറയുന്നത് അവനെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി തന്നെയാണ്. അത് ശരിയാണ് എന്ന് വെക്കുന്ന ചില വീഡിയോകളാണ് ഈ ദിവസങ്ങളിൽ സുജിത്തിൻ്റെ അറസ്റ്റിലൂടെ പുറത്തു വന്നത്. കുടുക്കുവാൻ വേണ്ടിയിട്ടുള്ള, ഭീഷണിപ്പെടുത്തുവാനായിട്ടുള്ള മാർഗങ്ങളല്ല അറസ്റ്റ് എന്ന് തിരിച്ചറിയുക. കേരള പോലീസ് നൽകുന്ന സേവനങ്ങളെ ഏറെ ബഹുമാനത്തോടെ നൽകുന്നു, ഏറെ അഭിമാനത്തോടു കൂടി അവർ നൽകുന്ന സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഓർക്കുന്നു. പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ഈ കളങ്കങ്ങൾ അത് തീരാ കളങ്കങ്ങളായി മാറും. നിങ്ങളിടുന്ന കാക്കിക്ക്, നിങ്ങളിടുന്ന യൂണിഫോമിന് ഈ നാടിൻ്റെ ബഹുമാനവും ആദരവുമുണ്ട്. അത് നിയമത്തെ പാലിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയുക.